ഇതാണ് റെസ്റ്റോറൻറ്റ് സോഫ്റ്റ്വെയർ വരുന്നത്, ഡൈൻ. ഇത് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് 3 ടൈപ്പ് ഓഫ് ലോഗിൻസ് വരുന്നുണ്ട്. അഡ്മിൻ, സൂപ്പർവൈസർ, പിന്നെ സ്റ്റാഫുകൾ ഉണ്ടെങ്കിൽ അവർക്ക് ഡിഫറെൻറ്റ് ID, പാസ്വേഡ് കൊടുത്തിട്ട് റെസ്ട്രിക്റ്റ് ചെയ്തിട്ട് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും. ജസ്റ്റ് സോഫ്റ്റ്വെയർ ഒന്ന് ഓപ്പൺ ചെയ്യാം. ഇതാണ് ഇൻ്റർഫേസ് വരുന്നത്. ഇവിടെ മാസ്റ്ററിലാണ് നമ്മൾ എല്ലാ ക്രിയേഷൻസും ചെയ്യുന്നത്. ജസ്റ്റ് നമുക്ക് ഐറ്റം എങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ നോക്കാം. ഇവിടെ നമ്മൾ ജസ്റ്റ് ഐറ്റത്തിന് നെയിം കൊടുത്തു, അതിൻ്റെ സ്റ്റാറ്റസ് നമുക്ക് ഇവിടെ കൊടുക്കാൻ പറ്റും. പിന്നെ നമുക്ക് നോർമൽ റേറ്റ് അതുപോലെ തന്നെ AC റേറ്റ് ഇവിടെ കൊടുക്കാൻ പറ്റും. അതുപോലെ തന്നെ GST ആഡ് ചെയ്ത് കൊടുക്കാം. ഐറ്റം ടൈപ്പ് കൊടുക്കാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. അതുപോലെ തന്നെ മൾട്ടിപ്പിൾ കിച്ചൺസ് ആണെങ്കിൽ നമുക്ക് കിച്ചൺ ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷനും വരുന്നുണ്ട്. നെക്സ്റ്റ് നമുക്ക് ടേബിൾ ക്രിയേഷൻസ് നോക്കാം. ഇവിടെയാണ് നമ്മൾ എല്ലാ ടേബിൾസും ക്രിയേറ്റ് ചെയ്യുന്നത്. അതുപോലെ നമുക്കിവിടെ കിച്ചണിൽ മൾട്ടിപ്പിൾ കിച്ചണുള്ള സമയത്ത് നമുക്ക് അതിൻ്റെ പ്രിൻ്റർ സെറ്റിങ്സ് നമുക്കിവിടെ സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. നെക്സ്റ്റ് നമുക്ക് KOT നോക്കാം. KOT എടുത്ത് നമ്മളിവിടെ ടേബിൾ സെലക്ട് ചെയ്യുന്ന സമയത്ത് റിസർവ്ഡ് ആണെങ്കിൽ നമുക്കിവിടെ ഓൾറെഡി ഈ ഒരു ഗ്രീൻ കളറിൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ജസ്റ്റ് നമുക്ക് ടേബിൾ കൊടുത്ത് നമുക്കിവിടെ വെയിറ്ററെ സെലക്ട് ചെയ്ത് കൊടുക്കാം. ഐറ്റം സെലക്ട് ചെയ്ത് കൊടുക്കാം. നമ്മൾ സേവ് ചെയ്യുന്ന സമയത്ത് ഡയറക്റ്റ് ചെയ്ത് കിച്ചണിലേക്കായിരിക്കും പോകുന്നത്. കൂടാതെ നമുക്ക് ലൈവ് ആയിട്ട് ഓർഡേഴ്സ് ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ അറിയാൻ വേണ്ടി പറ്റും. ജസ്റ്റ് അത് ക്ലിക്ക് ചെയ്ത് നമുക്ക് KOT ബില്ലിങ്ങിലേക്ക് പോകാനുള്ള ഓപ്ഷനും കൂടി വരുന്നുണ്ട്. ജസ്റ്റ് ഇവിടെ സേവ് ചെയ്ത് കൊടുത്ത് നമുക്ക് ബില്ല് കൊടുക്കാൻ വേണ്ടി പറ്റും. കൂടാതെ നമുക്ക് KOT ബില്ലിംഗ് എന്ന് പറയുന്നൊരു ഓപ്ഷനും കൂടി വരുന്നുണ്ട്. ഇതെടുക്കുന്ന സമയത്ത് നമുക്കിവിടെ ടേബിൾ നമ്പർ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുത്ത് നമുക്ക് സേവ് ചെയ്തിട്ട് പ്രിൻ്റ് കൊടുക്കാനുള്ള ഓപ്ഷനും വരുന്നുണ്ട്. പിന്നെ നമുക്ക് ബില്ലിങ് വരുന്നുണ്ട്. അതായത് KOT ഇല്ലാത്ത സാഹചര്യമാണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ബില്ലിങ് ചെയ്തിട്ട് കൊടുക്കാനുള്ള ഓപ്ഷനും വരുന്നുണ്ട്. പിന്നെ നമുക്ക് ക്യാഷ് പോയിന്റ് വരുന്നുണ്ട്. അതായത് കൗണ്ടറിൽ എത്തിയ ക്യാഷ് നമുക്ക് വെരിഫൈ ചെയ്ത് പോസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. പിന്നെ നമുക്ക് പോസ്റ്റ് മെഷീനിലാണെങ്കിൽ അതിൻ്റെ സ്ക്രീൻ നമുക്ക് വരുന്നത് ഈ ഒരു സ്ക്രീനായിരിക്കും. ജസ്റ്റ് നമ്മളിവിടെ ടേബിൾ നമ്പർ സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. ജസ്റ്റ് ഓർഡർ കൊടുത്ത് സേവ് ചെയ്യുന്നു. അപ്പോൾ ഡയറക്റ്റ് നമ്മൾ കിച്ചണിലേക്ക് തന്നെ ഓർഡർ പോകും. പിന്നെ അതിലെല്ലാം നമുക്ക് ബില്ലിങ് വരുന്നുണ്ട്. KOT ബില്ലിങ് നമുക്ക് പോസ്റ്റ് മെഷീനിലെ സ്ക്രീനിൽ വരുന്നുണ്ട്. കൂടാതെ നമുക്ക് കൗണ്ടർ സെയിലും വരുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ റിപ്പോർട്ട്സ് നമുക്കിവിടെ റിപ്പോർട്ട്സിൽ കാണാവുന്നതാണ്. ഇവിടെ സെയിൽ എടുക്കുകയാണെങ്കിൽ സെയിലിൻ്റെ റിപ്പോർട്ട്സ് നമുക്ക് അവൈലബിൾ ആണ്. അതിലൊരുപാട് ഫോർമാറ്റ് നമുക്ക് ഉണ്ട്. ബിൽ വൈസ് അതുപോലെ തന്നെ ടാക്സ് വൈസ് ഒരുപാട് കാറ്റഗറി ഓഫ് ഫോർമാറ്റ് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ നമുക്കിവിടെ KOTൻ്റെ റിപ്പോർട്ട്സ് ഇവിടെ കിട്ടും. അതിൽ നമുക്ക് ഇത്രയും ടൈപ്പ് ഫോർമാറ്റുകൾ അവൈലബിൾ ആണ്. പിന്നെ നമുക്കിവിടെ ടൂൾസിലാണ് നമുക്കിവിടെ യൂസർ മാനേജ്മെൻ്റ് ഒക്കെ യൂസേഴ്സിനൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നത് ഇവിടെയാണ്. പിന്നെ നമുക്ക് ബാക്കപ്പ് സിസ്റ്റം വരുന്നുണ്ട്. സോഫ്റ്റ്വെയർ തന്നെ നമുക്ക് ഓട്ടോ ബാക്കപ്പ് സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. കൂടാതെ നമുക്ക് ടോട്ടൽ അക്കൗണ്ടിങ് സിസ്റ്റവും സോഫ്റ്റ്വെയറിൽ അവൈലബിൾ ആണ്.